ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം ഏത് സ്റ്റോക്സ് എടുക്കണം അല്ലെങ്കിൽ പല ഓപ്ഷൻസിൽ നിന്ന് ഏതെടുക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, കാരണം നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. So let's begin today's video. ഇനി നമുക്ക് നോക്കാം സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അതുപോലെ ഇൻട്രാഡേ ആയിട്ട് വ്യത്യസ്തമാകുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന്റെ കൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടെ നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അതുപോലെ തന്നെ ഇൻട്രാഡേ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെടി നട്ടിട്ട് അത് വളരുന്ന വരെ നമ്മൾ നോക്കിയിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് വർഷത്തേക്ക് നമ്മൾ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ലോങ് ടേം ഗ്രോത്തിനുള്ള ബെനിഫിറ്റ് ആണ് ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നോക്കുന്നത്. അതുപോലെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടും മാർക്കറ്റ് ട്രെൻഡ് ഒക്കെ പഠിക്കും. ഇനി നമ്മൾ ഇൻട്രാഡേയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ട്രേഡേഴ്സ് ഇവിടെ സെയിം ട്രേഡിംഗ് സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അവർ ചെറിയ പ്രൈസ് മൂവ്മെന്റ് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമുക്കിവിടെ ആവശ്യമുണ്ട്. പിന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നമുക്കിവിടെ വേണം. ടെക്നിക്കൽ അനാലിസിസ് നല്ലൊരു സ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് സർപ്രൈസ് റിസ്ക് ഒന്നും ഇവിടെ എന്തായാലും വരില്ല. ഇനി സ്വിംഗ് ട്രേഡിംഗ് പറയുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ദിവസം മുതൽ കുറച്ച് ആഴ്ചത്തേക്കാണ് നമ്മൾ സ്റ്റോക്സ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഷോർട്ട് ടേം പ്രൈസ് സ്വിങ്സ് ക്യാപ്ചർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇവിടെ ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ പ്രഷർ ഇല്ല. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് സ്വിംഗ് ട്രേഡേഴ്സ് ട്രെൻഡ് ബ്രേക്ക് ഔട്ട് അതിൽ പാറ്റേൺസ് ഒക്കെ സ്പോട്ട് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കും ഇവിടെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ചാർട്ടിൽ കാണുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡ് ആണ്. ഇനിയിപ്പം റൈറ്റ് സൈഡിൽ കാണുന്ന നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് ഇൻട്രാഡേ ട്രേഡേഴ്സിനായിട്ട്. ഇനി നടുക്ക് കാണുന്ന 1 ഡേ ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ ഇതിൽ 3 months ടൈം പ്രൈസ് ഡാറ്റ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് വീക്ക്ലി അതുപോലെ ഇൻട്രാഡേ ടൈം ഫ്രെയിമിന്റെ ഇടയ്ക്ക് വരും. അപ്പോൾ ഈ ഒരു മീഡിയം ടേം ഡാറ്റ പൊതുവെ സ്വിംഗ് ട്രേഡേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡെയിലി ട്രേഡ് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്വിംഗ് ട്രേഡിങ് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ കാര്യം ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമ്മൾ സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ലിക്വിഡിറ്റി ക്രൈറ്റീരിയ വെച്ച് നമ്മൾ സ്റ്റോക്സ് ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് ഹൈലി ലിക്വിഡ് സ്റ്റോക്സ് നമുക്ക് വേണം. അതായത് നമുക്ക് ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും നമുക്ക് വേണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ സ്റ്റോക്സ് ലിക്വിഡ് അല്ലെങ്കിൽ നമ്മുടെ ഓർഡേഴ്സ് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രൈസിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചെന്ന് വരില്ല. എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ലിക്വിഡ് സ്റ്റോക്സ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം വളരെ കുറവ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്സ് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലാർജ് ക്യാപ്പ് മുതൽ മിഡ് ക്യാപ്പ് സ്റ്റോക്സ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനൊക്കെ ഹൈ ട്രേഡിംഗ് വോളിയം ആണ് ഉള്ളത്. അതുപോലെ തന്നെ പൊതുവെ ഇതൊക്കെ ലിക്വിഡുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ്പ് മുതൽ മിഡ് ക്യാപ്പിലൊക്കെ ലിക്വിഡിറ്റി ഇഷ്യൂ വരുന്നത് വളരെ കുറവാണ്. ഇനി രണ്ടാമത്തെ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് ലിക്വിഡ് സ്റ്റോക്സ് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് വോളിയം ഫിൽറ്റർ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ട്രേഡിംഗ് വോളിയം ഒക്കെ കുറവുള്ള സ്റ്റോക്സ് ഒക്കെ ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോക്കിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ ലിക്വിഡിറ്റി ഉറപ്പാക്കാനായിട്ട് തുടർച്ചയായിട്ട് ഹൈ ട്രേഡിംഗ് വോളിയം ഉള്ള സ്റ്റോക്സ് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വോളിയം കമ്പയർ ആക്കാനായിട്ട് സെയിം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റോക്സ് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ സെയിം പ്രൈസ് ബാൻഡിൽ വരുന്ന സ്റ്റോക്സ് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടെന്നുള്ളത് ഇതിൽ നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. വലിയൊരു പ്രൈസ് ഇമ്പാക്റ്റ് ഇല്ലാതെ എൻട്രി ചെയ്യാനും പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത് ലോ സർക്യൂട്ട് ലിമിറ്റ്സ് ഉള്ള സ്റ്റോക്സ് ഒഴിവാക്കുക. അപ്പോൾ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളറ്റിലിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെറ്റ് ചെയ്യുന്ന പ്രൈസ് ബാൻഡാണ്. അപ്പോൾ ഇതുവഴി ഇപ്പോൾ ഒരു ദിവസം സ്റ്റോക്ക് എത്ര വരെ കൂടാം അതുപോലെ തന്നെ കുറയാം എന്നുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5% സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്ലോസിൽ നിന്ന് സ്റ്റോക്ക് ഒരു 5% മുകളിലേക്ക് അല്ലെങ്കിൽ 5% താഴേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ്. ഇതിപ്പം എക്സ്ട്രീം സ്വിങ്സിൽ നിന്ന് നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യുമെങ്കിലും ഇപ്പോൾ സ്റ്റോക്ക് ലിമിറ്റ് എത്തിയാൽ ട്രേഡേഴ്സിന് ട്രാപ്പ് ചെയ്യാനും അതുപോലെ ബൈങ് ആൻഡ് സെല്ലിങ് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡേഴ്സ് ലോ സർക്യൂട്ട് ലിമിറ്റുള്ള സ്റ്റോക്സ് ഒഴിവാക്കണം. അപ്പോൾ ഇതിന് പകരം ഒരു സ്മൂത്ത് ട്രേഡിങ്ങിനായിട്ട് അതുപോലെ തന്നെ ബെറ്റർ ലിക്വിഡിറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ സർക്യൂട്ട് ലിമിറ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ കൂടുതൽ സർക്യൂട്ട് ലിമിറ്റ് ഉള്ളതോ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സ്ട്രോങ് മൊമെൻറ്റം കാണിക്കുന്ന സ്റ്റോക്സ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വില മാറുന്ന റേറ്റ് അല്ലെങ്കിൽ സ്പീഡാണ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേ 1 ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില 100 രൂപയാണ് ഉള്ളത്, ഡേ 2 102 രൂപയാണ്, ഡേ 3 105 രൂപ, അങ്ങനെ അത് പോവാണ്. അപ്പോൾ ഇവിടെ ഡേ 1 നിന്ന് ഡേ 2 പോകുമ്പോൾ മൊമെന്റം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 2 രൂപയാണ്. ഇനി ഡേ 2 നിന്ന് ഡേ 3 പോകുമ്പോൾ മൊമെന്റം 3 രൂപയാണ്. സോ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മൊമെന്റം കൂടുവാണെന്ന്, അല്ലേ? ഇവിടെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഇതുപോലെ മൊമെന്റം കൂടി വരുന്ന സ്റ്റോക്സ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഷോർട്ട് ടേമിൽ കറണ്ട് ട്രെൻഡ് സ്റ്റോക്സിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊമെന്റ് സ്പോട്ട് ചെയ്യാനായിട്ട് ന്യൂ ഹൈസ് അല്ലെങ്കിൽ ലോസ് ഫോം ചെയ്യുന്ന സ്റ്റോക്സ് ചെക്ക് ചെയ്യാം. അതുപോലെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വോളിയം കൂടുന്ന സ്റ്റോക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭാരതി എയർടെലിന്റെ ഡെയിലി ചാർട്ടിൽ ഒക്ടോബർ 2023 മുതൽ ഒക്ടോബർ 2024 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വീണ്ടും പുതിയ ഹൈസ് എത്തിയത്. അപ്പോൾ ഇത് കാണിക്കുന്നത് സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റും അതുപോലെ മൊമെന്റും ആണ്. ഇനി നിങ്ങൾക്ക് മൊമെന്റം സ്റ്റോക്സ് കണ്ടുപിടിക്കാനായിട്ട് പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം. ലൈക്ക് ഇപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മൂവിംഗ് ആവറേജ്, കൺവേർജൻസ്, ഡൈവേർജൻസ് ഒക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JBM ലിമിറ്റഡിന്റെ ഡെയിലി ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം MACD ഇൻഡിക്കേറ്റർ വെച്ച് ഷോർട്ട് ടേം അപ്വേർഡ് മൂവ്മെന്റ് സ്പോട്ട് ചെയ്യാൻ എങ്ങനെയാണ് സഹായിച്ചതെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൊമെന്റ് ഫിൽട്ടർ ആയിട്ട് MACD > 20, RSI > 50, അതുപോലെ വേറെ ഏതെങ്കിലും മൊമെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഹൈ മൊമെന്റ് സ്റ്റോക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ മൊമെന്റ് സ്റ്റോക്സിൽ ഫോക്കസ് ചെയ്യുന്ന വഴി സ്വിംഗ് ട്രേഡേഴ്സിന് ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി മൊമെന്റം ട്രേഡിങ്ങിനായിട്ട് നല്ല സ്റ്റോക്സ് കണ്ടെത്താനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെൻഡിങ് സ്റ്റോക്സ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി അതുപോലെ മൊമെന്റത്തിന്റെ ഒപ്പം സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡും ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒരു ലിക്വിഡ് സ്റ്റോക്ക് മൊമെന്റം കൂടുന്നതിൻ്റെ ഒപ്പം അപ്വേർഡ് ട്രെൻഡിങ് ആണെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സിമ്പിൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ പോലുള്ള ടൂൾസ് വെച്ചിട്ട് ട്രെൻഡിങ് സ്റ്റോക്സ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. ഇത് നമുക്കൊരു സ്റ്റോക്ക് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെയാണ് മൂവിംഗ് ആവറേജ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രിയുടെ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ നവംബർ 2023 മുതൽ മാർച്ച് 2024 വരെ 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജിന് മുകളിൽ പ്രൈസ് ആക്ഷനോടെ നല്ലൊരു അപ് ട്രെൻഡ് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ ഷോർട്ട് ടേം മൂവ്മെന്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൈസ് > 20 ഡേ മൂവിംഗ് ആവറേജ് പോലത്തെ ഫിൽറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രെൻഡിങ് സ്റ്റോക്സ് സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഹൈലി ലിക്വിഡ് നല്ല മൊമെന്റും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്സ് വാങ്ങണോ അല്ലെങ്കിൽ വിൽക്കാനായിട്ട് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നൊരു ചോദ്യം ഇതാണ്, BSEയിൽ അതായത് നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് 4332 സ്റ്റോക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ NSE അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 2300-ലധികം സ്റ്റോക്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി, മൊമെന്റം അതുപോലെ ട്രെൻഡിനായിട്ട് ഈ സ്റ്റോക്സ് ഓരോന്നും നിങ്ങൾ എങ്ങനെ ഫിൽട്ടർ ചെയ്യും? അപ്പോൾ ഇതിനുള്ള ആൻസർ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ ഗ്രോ സ്റ്റോക്ക് സ്ക്രീനർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രീ സ്റ്റോക്ക് സ്ക്രീനർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോക്സ് ഫിൽട്ടർ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള സ്റ്റോക്സ് നമുക്ക് അതനുസരിച്ച് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മേജർ കോർപ്പറേറ്റ് ഇവന്റ്സിലൊക്കെ എങ്ങനെയാണ് സ്റ്റോക്സ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്? അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ഇവന്റ്സ് ഒക്കെ കണക്കാക്കേണ്ടത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ഇപ്പോൾ ഏർണിംഗ്സ് റിപ്പോർട്ട്, ഡിവിഡൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒക്കെ. അപ്പോൾ ഈ ഒരു ഇവന്റ്സ് ഒക്കെ വോളറ്റിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ ഇതൊന്നെങ്കിൽ നമുക്ക് നേട്ടമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ടേഷനും ഏർണിംഗ്സ് റിപ്പോർട്ടിലെ റിസൾട്ടും അനുസരിച്ചിട്ട് പ്രൈസിൽ മാറ്റം വരാം. അപ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റ് നേടാനുള്ള അവസരം ഉണ്ടെങ്കിലും ഇവിടെ നല്ല റിസ്ക്കും ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒക്കെ ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് അതിൽ മൊമെന്റത്തെ ഒക്കെ സ്വാധീനിക്കും. അപ്പം ഇത് മാനേജ് ചെയ്യാനായിട്ട് ഒരു ട്രേഡിലേക്ക് കയറും മുമ്പ് സ്റ്റോക്കിന്റെ ഈവന്റ് കലണ്ടർ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഗ്രോയിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഈവന്റ് കലണ്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വോളറ്റിലിറ്റി മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനിയിപ്പം സ്വിംഗ് ട്രേഡിങ്ങിന് എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ വരുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ട്രേഡേഴ്സിന് പണം നഷ്ടമാവുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ആദ്യത്തെ കാര്യം അവർ ആവറേജ് ഡൗൺ ചെയ്യുന്നതാണ്. അതായത് നഷ്ടം വരുമ്പോൾ വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ പ്രീ പ്ലാൻഡ് ലോസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ സക്സസ്ഫുൾ ട്രേഡേഴ്സ് അവരുടെ ലോസ് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അവരുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 500 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുവാണ്. അപ്പോൾ ഇവിടെ വില 450 ഇടിഞ്ഞു. അപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നതിന് പകരം റിക്കവർ ചെയ്യാമെന്ന് നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ കൂടുതൽ നിങ്ങൾ വാങ്ങും. ഇനിയിപ്പോൾ വീണ്ടും 400 എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നഷ്ടം കൂടുകയാണ് ചെയ്തത്, അല്ലേ? ഇനിയിപ്പോൾ സ്വിംഗ് ട്രേഡിൽ വരുത്തുന്ന അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതാണ്. അതായത് 1-2 ട്രേഡിലേക്ക് നമ്മുടെ മൊത്തം ക്യാപിറ്റൽ ഇടുന്നത് നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഒറ്റൊരു ട്രേഡ് മോശമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ നല്ലൊരു ഭാഗം എന്തായാലും പോകും.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾ മൊത്തം ഒരു സ്റ്റോക്കിലേക്ക് ഇടുവാണ്. ഇപ്പോൾ ആ ഒരു സ്റ്റോക്ക് 20% ഇടിഞ്ഞാൽ നിങ്ങൾക്ക് 20,000 രൂപ നഷ്ടം വരും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം എമൗണ്ട് 4 സ്റ്റോക്കിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ട്രേഡ് മോശമായാലും ബാക്കിയുള്ളത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ട്രേഡേഴ്സ് വരുന്ന അടുത്തൊരു മിസ്റ്റേക്ക് ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഉണ്ട് എന്നത് ഉറപ്പ് വരുത്താത്തതാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ റിസ്ക് മാനേജ്മെന്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ ട്രേഡിൽ നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിൽ ഒരു 1 മുതൽ 2% കൂടുതൽ റിസ്ക് നിങ്ങൾ എടുക്കരുത്. അപ്പോൾ ഇതുവഴി വലിയ നഷ്ടത്തിലൊന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ 1% റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ പെർ ട്രേഡ് 1000 രൂപ നിങ്ങൾക്ക് ലോസ് ലിമിറ്റ് ചെയ്യുവാണെന്നാണ്. ഇപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 10 ലോസ് നിങ്ങൾക്ക് ഉണ്ടായാലും 90,000 രൂപ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമയം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ട്രേഡൊക്കെ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം അക്കൗണ്ടിലുള്ളത് പോകും. ഇവിടെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അതുപോലെ ഇൻട്രാഡേയുടെ ഇടയ്ക്ക് വരുന്ന ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ്. ഇപ്പോൾ ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെന്റ്സ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ട്രേഡേഴ്സിന് ഇത് സഹായിക്കും. ഇപ്പോൾ ലിക്വിഡിറ്റി, മൊമെന്റം അതുപോലെ ട്രെൻഡ് ഫോക്കസ് ചെയ്യുന്ന വഴി സ്വിംഗ് ട്രേഡിങ്ങിനായിട്ടുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ലൈക്ക് ഇപ്പം ആവറേജിങ് ഡൗൺ, ഡൈവേഴ്സിഫൈ ചെയ്യാതിരിക്കുന്നത്, അതുപോലെ റിസ്ക് മാനേജ്മെന്റ് മോശമാവുന്നതൊക്കെ. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഒരു വെൽ പ്ലാൻ സ്ട്രാറ്റജിക്കൊപ്പം ഒരു ഡിസിപ്ലിൻ എക്സിക്യൂഷൻ ഉണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച സ്റ്റോക്സ് എല്ലാം എക്സാമ്പിൾസ് മാത്രമായിരുന്നു. അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റീസ് അതുപോലെ ഡെറിവേറ്റീവ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നതൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് പണം നഷ്ടമാണ് ചെയ്യുന്നത് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് പ്രൊഡക്റ്റിലേക്ക് കയറാനായിട്ട് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രോ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്സ് അഡ്വൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വ്യൂവേഴ്സിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കാനായിട്ടാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ തന്നെ കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.